എല്ലാ കൂട്ടുകാർക്കും വീണ്ടും മൈസ്റ്റൈൽ കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ഒരു സൂപ്പർ സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ. അതായത് ബീഫ് കുരുമുളക് ഇട്ട് വരട്ടിയ ബീഫ് റോസ്റ്റ് ആണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരുപാട് റിക്വസ്റ്റ് വന്ന ഒരു ഐറ്റമാണ്. നമ്മുടെ ചാനൽ ഇതുവരെ ചെയ്യാത്ത ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കുരുമുളക് ഇട്ട് വരട്ടി നല്ല സൂപ്പർ സ്പൈസി ടേസ്റ്റി ആയിട്ട് റോസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻസ് ഒക്കെ പറയുക. വീഡിയോ കണ്ടിട്ട് ബീഫ് പെപ്പർ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 കിലോ ബീഫാണ് കേട്ടോ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ള ബീഫാണ് ഇത്. പിന്നെ ബീഫൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് വാങ്ങിക്കണം. മൂത്ത ബീഫ് ഉണ്ടാവും, ഇളം ബീഫ് ഉണ്ടാവും. ഇളം ബീഫ് എന്ന് പറഞ്ഞാൽ പ്രായം കുറഞ്ഞ ബീഫ്. അപ്പോൾ അങ്ങനെ വാങ്ങിക്കുന്ന സമയത്ത് ഇളം ബീഫിന് വേവ് കുറവായിരിക്കും. അതിനൊരു 3 വിസിലൊക്കെ മതിയാവുക എൻ്റെ ഈ കുക്കറിനൊന്ന് വേകാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ചും കൂടി മൂത്ത ബീഫാണെങ്കിൽ പിന്നെ ഒരു 4-5 വിസിലും കൂടി എടുക്കും. അപ്പോൾ ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ചെയ്ത് തുറന്ന് നോക്കിയിട്ട് വേവൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേവിച്ചെടുക്കാൻ. ഇനി നമുക്കിത് വേവിക്കാൻ ആവശ്യമുള്ള മസാല ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ഫുള്ള് ഇതേപോലെ ചതച്ചെടുത്ത കുരുമുളക്, പിന്നെ ഈ ബീഫ് വേവാൻ ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്. അത് പെട്ടെന്ന് വേകാൻ വേണ്ടിയിട്ടാണ്, നല്ലൊരു ടേസ്റ്റും കൂടി കിട്ടും. ഇത്ര ഇട്ടതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് ഞാൻ വേറെ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ചിലർ സവോളയോ അല്ലെങ്കിൽ ചെറിയ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ഇട്ട് കൊടുക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ നല്ല ബ്ലാക്ക് കളറിൽ നല്ലോണം ഡ്രൈ ആക്കി എടുക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സവോളയും തക്കാളിയൊക്കെ ഇടുകയാണെങ്കിൽ ഇത് കുറച്ച് ഡ്രൈ ഇങ്ങനെ കുഴഞ്ഞ പോലെ ഇരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ അത് ഇട്ട് കൊടുക്കണ്ട, അത് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ മസാല എല്ലാം ഇതിനകത്ത് നല്ലോണം ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാൻ വെക്കാം. ഇതിനകത്തേക്ക് ഞാൻ ഒട്ടും വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇത് ഈ ബീഫിലുള്ള വെള്ളത്തിൽ തന്നെ വേണം അത് വേകാൻ വേണ്ടിയിട്ട്. തീ നമ്മൾ വെക്കുന്ന സമയത്ത് ഇതേപോലെ കുറച്ച് വെക്കുക. എന്നാൽ മാത്രമേ ബീഫിലുള്ള വെള്ളം പതുക്കെ ഊറി ഇറങ്ങി ആ വെള്ളത്തിൽ ഇത് വെന്ത് കിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ കൂട്ടി വയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ അടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചെറിയ തീയിൽ അത് പതുക്കെ വേവിച്ചെടുക്കണം. ഇത് നേരത്തെ പറഞ്ഞൊരു ഇളം ബീഫ് ആയതുകൊണ്ട് തന്നെ 3 വിസിലായപ്പോൾ ഏകദേശം ഒരു 80% വെന്തിട്ടുണ്ട്. ഫുള്ളും വേവിച്ചെടുക്കരുത് കേട്ടോ. നമുക്ക് ഇനി അത് ഡ്രൈ റോസ്റ്റ് ചെയ്യാനുള്ളത്. ഡ്രൈ ആക്കിയിട്ട് ഇളക്കി എടുത്ത് കുറച്ച് സമയം വെക്കണം. അപ്പോൾ ബാക്കിയും കൂടി വെന്തോളും. ഏകദേശം ഒരു 1/4 പരുവം വേവിൽ ഇത് ഇറക്കി വെക്കണം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള ഐറ്റംസാണ് എടുത്തു വെച്ചിട്ടുള്ളത്. 1/2 കപ്പ് ചെറുതായിട്ട് മുറിച്ചെടുത്ത് വെച്ച ചെറിയ ഉള്ളി, 3-4 പച്ചമുളക്, ഒരു പിടി കറിവേപ്പില, ഒരു ചെറിയ സവോള നീളത്തിലരിഞ്ഞത്, മുറിച്ച് വയ്ക്കുമ്പോൾ 1/4 കപ്പ് അളവുണ്ടാവണം ഇഞ്ചി, അതേപോലെ തന്നെ 1/4 കപ്പ് അളവ് മുറിച്ച് വെച്ച വെളുത്തുള്ളി. ഇത്രയാണ് ഇതിനകത്ത് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് വേണം ഇതെല്ലാം കൂടി വഴറ്റിയെടുക്കാൻ. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ആദ്യം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. സവോളയും പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടിയിട്ടാണ് ആദ്യം ഞാനിട്ട് വഴറ്റുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും മാറ്റി വയ്ക്കാം. അത് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ആദ്യം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു മണം മാറിപ്പോവും. മണം മാറിപ്പോകുന്നതല്ല, ആദ്യം ലാസ്റ്റ് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നതിനും എണ്ണയിലേക്ക് കറിവേപ്പില ഇട്ട് വഴറ്റുന്നതിനും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവാറുണ്ട് കേട്ടോ. ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഉള്ളി ഇതേപോലെ ഒന്ന് പകുതി ഡ്രൈ ആയി കഴിയുമ്പം അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. അതും ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കണം. ആദ്യം തന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇഞ്ചി എല്ലാം കൂടി ചുരുണ്ട് പോകും, ഡ്രൈ ആയി പോവും. പിന്നെ അതിൻ്റെ മണവും മാറാൻ ചാൻസ് ഉണ്ട്. അത് ചിലപ്പോൾ ഇളക്കുന്നതൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അടി പിടിച്ചു പോകും. അതുകൊണ്ടാണ് കേട്ടോ. ലാസ്റ്റ് ഇടുകയാണെങ്കിൽ ആ മണം കറക്റ്റ് കിട്ടും. അതൊന്ന് റോസ്റ്റായി വരുമ്പം തന്നെ നല്ലൊരു സ്മെല്ല് വരും. ഇപ്പോൾ അതെല്ലാം കൂടിയിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ മസാല ബീഫ് വേവിക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി മസാല വേണം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി എപ്പോഴും കുറച്ചിട്ടാൽ മതി കേട്ടോ. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. മസാല എല്ലാം 1 by 1 ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി അതെല്ലാം മിക്സ് ആവണം. എന്നിട്ട് അടുത്ത് ഇട്ട് കൊടുക്കാം. പിന്നെ എല്ലാ മസാലയും പുറത്ത് അങ്ങനെ ഇട്ട് കൊടുക്കല്ലോ കേട്ടോ. ഓരോന്നിട്ട് ഇളക്കിയതിന് ശേഷമാണ് അടുത്ത് ഇട്ട് കൊടുക്കുക. ഇത് 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, ഇനി ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്. ഒരുപാട് ഇടണ്ട, എന്ന് വെച്ചാൽ പെരുംജീരകത്തിനേക്കാളും കുത്താണ് ഈ ചെറിയ ജീരകത്തിന്. അതുകൊണ്ട് അതൊരു 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി, അല്ലെങ്കിൽ 2-3 നുള്ളു ഇട്ട് കൊടുത്താലും മതി.
ഇപ്പം മസാല എല്ലാം കൂടി ഏകദേശം ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്, നല്ലൊരു മണവും വരുന്നുണ്ട്. ഇപ്പം ബീഫ് ഒരു 1/4 ഭാഗം നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ, അതിപ്പം ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളമല്ലേ ഉള്ളൂ, ഇപ്പം വേവിച്ചെടുത്ത് നോക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം, ബീഫിൻ്റെ മുകളിലൊക്കെ വെള്ളം നിൽക്കുന്ന പോലെയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. കുറച്ച് വെള്ളം ഉണ്ടാവാൻ പാടുള്ളൂ, അതുകൊണ്ടാണ് ഇപ്പം ഞാൻ വേറെ വറ്റിക്കാൻ വെക്കാഞ്ഞത്. അപ്പോൾ അങ്ങനെ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ അത് വറ്റിച്ചെടുത്തതിന് ശേഷം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇനിയാണ് നമ്മളിത് വരട്ടി എടുക്കാൻ പോകുന്നത്. ഇപ്പം ആ മസാലയും ബീഫിലുള്ള മസാലയും ബീഫും എല്ലാം കൂടി നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇപ്പം നേരത്തെ നമ്മൾ ഒരു പിടി കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ കുറച്ച് കറിവേപ്പില, ഏകദേശം പകുതി കറിവേപ്പില ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് ഇതേപോലെ തട്ടി പൊത്തിയിട്ട് ഒന്ന് മൂടി വെക്കണം. മൂടി വെച്ചിട്ട് ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടല്ലോ, അതൊന്ന് വറ്റി വരും. ഇപ്പോൾ ഇത് കാണിച്ചു തരാം എങ്ങനെയാണ്. ഇപ്പോൾ ഇതിൽ എണ്ണ ഇങ്ങനെ വെള്ളം വറ്റിയിട്ട് എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും. പിന്നെ ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് ഇടവിട്ട് ഇത് തുറന്ന് ഇതേപോലെ ഇളക്കി എടുക്കണം. അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റിയിട്ട് ആ എണ്ണയും ആ മസാലയും എല്ലാം കൂടിയിട്ട് നല്ലോണം ഡ്രൈ ആയിട്ട് വരും. ഒരു 5-6 പ്രാവശ്യം ഇങ്ങനെ ചെയ്യേണ്ടി വരും. തീ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക, പിന്നെ കുറച്ച് വയ്ക്കുക, അങ്ങനെ മാറ്റി വയ്ക്കണം, കൂട്ടി വയ്ക്കല്. ഇങ്ങനെ വേണം ഇതൊന്ന് നിരത്തിയിട്ട് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിരത്തിയിട്ട് കൊടുക്കണം. നിരത്തിയിട്ട് കൊടുത്താലേ ഇത് പെട്ടെന്നൊന്ന് ഡ്രൈ ആയി കിട്ടുള്ളൂ. ഇപ്പം ഇത് ഏകദേശം ഒന്ന് ആയിട്ടുണ്ട്. ഇതിപ്പോൾ അടിഭാഗം നോക്കിയാൽ കാണാം, അത് അടിയിൽ ഇങ്ങനെ പിടിച്ച പോലെ കാണുന്നില്ല. അതിങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് ചുരണ്ടി എടുക്കണം. ആ പൊടിയും എല്ലാം കൂടി ഇതിൽ മിക്സ് ആവണം, എന്നാലാണ് ഒരു നല്ലൊരു കളറും ഒരു നല്ലൊരു ടേസ്റ്റും വരുള്ളൂ. അത് എണ്ണയ്ക്കകത്തിട്ട് മുരിഞ്ഞിരിക്കുന്ന മസാല, അത് എണ്ണയ്ക്കകത്ത് ഫ്രൈ ആയി പറ്റി പിടിച്ചിരിക്കുന്ന മസാല ഇളക്കി ഇതിലേക്ക് ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് വേറെ കിട്ടും. പിന്നെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നോൺ സ്റ്റിക്ക് പാത്രം എടുക്കരുത്. എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് നടക്കൂല. അതിൽ ഒന്നെങ്കിൽ ഇതേപോലെ അടി കട്ടിയുള്ള ഇൻഡാലിയത്തിൻ്റെ പാത്രം എടുക്കുക, അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചട്ടി ഏറ്റവും ബെസ്റ്റാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുപ്പിലൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ സൂപ്പറായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പം ഇങ്ങനെ അടച്ചു വെച്ച് നിരത്തിയിട്ട് അതേപോലെ അടി പറ്റി പിടിച്ച മസാലയൊക്കെ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ഒരു പരുവത്തിൽ ഇതിങ്ങനെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് ഒരു സംഭവം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. 1 ടീസ്പൂൺ നേരത്തെ ബീഫ് വേവിക്കാൻ ഇട്ട് കൊടുത്ത പോലെ തന്നെ ക്രഷ് ചെയ്ത കുരുമുളക്, പിന്നെ ബാക്കി എടുത്ത് വെച്ചിരുന്ന കറിവേപ്പില. ഇത് രണ്ടും കൂടി ഇട്ടിട്ട് ലാസ്റ്റാണ് കേട്ടോ ഇടുന്നത്. ഇത് നല്ലോണം ഡ്രൈ ആയതിനു ശേഷം ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുമ്പോൾ ആ തവി ഉണ്ടല്ലോ അടിയിൽ മുട്ടിച്ച് ആ ഫ്രൈ ആയിരിക്കുന്ന മസാല ചുരണ്ടി എടുക്കുന്ന പോലെ വേണം ഇളക്കാൻ. ഇപ്പോൾ പുറത്തൊരടുപ്പും അതുപോലെ തന്നെ ഒരു ഉരുളിയൊക്കെ ഉണ്ടെങ്കിൽ ഈ സംഭവം തകർക്കും കേട്ടോ. ഇപ്പോൾ ഇതിന് ഈ ഒരു നല്ലൊരു ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുളക് പൊടി കുറച്ചിട്ടിട്ട് മല്ലിപ്പൊടി കൂടുതൽ ഇട്ട് കൊടുത്തത്. പിന്നെ പെപ്പറും കൂടി ഇടുമ്പോഴത്തേക്കും നല്ലൊരു കളർ കിട്ടും. പിന്നെ ആ എണ്ണയ്ക്കകത്ത് മൊരിഞ്ഞ മസാല ഇളക്കി ചേർക്കുമ്പം ടേസ്റ്റും ലുക്കും ഒന്നും പറയാൻ വേണ്ട, എല്ലാം കൂടി സൂപ്പറായിട്ടുണ്ടാവും. പിന്നെ ഇതിൻ്റെ കോമ്പിനേഷൻ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, പൊറോട്ടയാണല്ലോ. അതില്ലാത്ത ഒരു പൊറോട്ടയും ബീഫുമാണ് മലയാളത്തിനൊരു വികാരം എന്ന് പറയുന്നത്. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ റെഡിയാക്കി വയ്ക്കുക. ബീഫ് റെഡി ആയിട്ടുണ്ട് ഇവിടെ. പിന്നെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ബീഫിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഈ ഒരു ഡ്രൈ ആയ പെപ്പർ ബീഫ് റോസ്റ്റ് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ കമൻസ് ഒക്കെ പറയുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റെസിപ്പി. അപ്പം നമുക്ക് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഉടനെ തന്നെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.